കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും ഭാര്യയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കോട്ടയത്തെ വീടിനുള്ളിലാണ് വിജയകുമാർ, ഭാര്യ മീര എന്നിവരെ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും തലയ്ക്ക് പരിക്കേറ്റിരുന്നു. വീടിൻ്റെ സമീപത്ത് നിന്നും ആയുധങ്ങൾ കണ്ടെത്തി. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ആരാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് വ്യക്തമായോ? ഒരു ഇതര സംസ്ഥാന തൊഴിലാളി കസ്റ്റഡിയിലുണ്ട് എന്ന സൂചനയുണ്ട്. അത് പോലീസ് തന്നെ നൽകിയതാണോ? കൊലപാതകത്തിന് എന്താണ് കാരണം? കൊലപാതകത്തിലേക്ക് വഴി തെളിച്ചത് എന്താണ്? വിശദാംശങ്ങൾ മിഥുൻ. പോലീസ് നിഗമനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. എന്തായാലും വളരെ വിദഗ്ധ പരിശോധന നടക്കുകയാണ്. കാരണം വിരലടയാളം, അതുപോലെ തന്നെ ആയുധങ്ങൾ സംബന്ധിച്ചുള്ള ചില സൂചനകൾക്ക് ലഭ്യമാണെങ്കിൽ പോലും അതിൽ വസ്തുതകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനകം അതിൻ്റെ സൂചനകൾ ലഭ്യമാകും. കാരണം അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ടെലിഫോൺ നമ്പറുകൾ, മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ വ്യക്തമാക്കാനാവുന്നതാണ്. എന്തായാലും നാടിനെ നടുക്കിയൊരു കൊലപാതകമാണ്. എല്ലാ തരത്തിലും അന്തസ്സായി ജീവിച്ചിരുന്ന ഒരു ദമ്പതികൾക്ക് ഇതുപോലൊരു ദുരന്തമുണ്ടായി. രണ്ടുപേരുടെ മൃതദേഹങ്ങൾ രണ്ട് സ്ഥലത്തായിരുന്നു, കിടപ്പുമുറിയിലും പുറത്തുമായിരുന്നു. അപ്പോൾ അതെല്ലാം വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും ഭാര്യയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കോട്ടയത്തെ വീട്ടിനുള്ളിലാണ് വിജയകുമാറിനെയും ഭാര്യ മീരയെയും രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും തലയ്ക്ക് പരിക്കേറ്റിരുന്നു. വീടിൻ്റെ സമീപത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെത്തി. വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് CPM സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എന്താണ് മറ്റ് വിശദാംശങ്ങൾ? ഈ പ്രതിയെന്ന് സംശയിക്കുന്ന അമിത്, ആസം സ്വദേശിയായിട്ട് അമിത് കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കൊരു വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു നിയമ നടപടിയുടെ ഭാഗമായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ജയിലിലുമായിരുന്നു. ഇതിന്റെ ഭാഗമായി അടുത്തിടെ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇയാളായിരിക്കാം ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു വിവരമാണ്, അത്തരത്തിൽ ഒരു സംശയമാണ് ഉന്നയിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അമിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ്. ഇന്ന് അതിരാവിലെ ജോലിക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു കൊലപാതക വിവരം പുറത്തറിയുന്നത്. ഇത്തരത്തിൽ സ്വീകരണ മുറിയിൽ വിജയകുമാറും ഒപ്പം തന്നെ ഭാര്യ മീര മുറിയിലും മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ഉടനെ തന്നെ ബന്ധുക്കളെയും അതുപോലെ തന്നെ ഈ ജീവനക്കാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ തന്നെ നടത്തിയ പരിശോധനയിൽ ഈ വീടിനുള്ളിൽ നിന്ന് തന്നെ ഈ ആക്രമിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ, അതായത് അമ്മിക്കല്ലും അതുപോലെ തന്നെ കോടാലിയുമെല്ലാം സമീപ പ്രദേശത്ത് നിന്ന് കണ്ടെത്തുകയുണ്ടായി. ഇത്തരത്തിലാണ് നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് പലരും ഉന്നയിച്ച സംശയം ഇത്തരത്തിൽ മുൻ ജീവനക്കാരനായിരുന്ന ഇയാളിലേക്കാണ്, അമിത് എന്ന് പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയിലേക്കാണ് സംശയം ചെന്നെത്തിയത്. ഇപ്പോൾ ഏതായാലും പോലീസ് ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, ഒപ്പം തന്നെ മറ്റുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നാടിനെ ഞെട്ടിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇരട്ട കൊലപാതകം സംഭവിച്ചിരിക്കുന്നു. നഗര കേന്ദ്രത്തിൽ തന്നെ ഒരു ഇരട്ട കൊലപാതകം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിജയകുമാറും ഭാര്യ രേഖയും അതിക്രൂരമായാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മുഖം വികൃതമായ നിലയിലാണ്. ഇത്തരത്തിൽ അമ്മിക്കല്ലെല്ലാം ഉപയോഗിച്ച് തലയ്ക്കടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയിരുന്നത്. ഇത്തരത്തിൽ തലയിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട്, ഒപ്പം തന്നെ രക്തം വാർന്ന നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മിഥുൻ, അമിത് എന്ന മുൻ വീട്ടു ജോലിക്കാരനെ ആരെങ്കിലും കരുവാക്കിയതാണോ? ഇദ്ദേഹവുമായിട്ട് ആർക്കെങ്കിലും വ്യക്തിവിരോധമുണ്ടായിരുന്നോ? അങ്ങനെ ഈ വീട്ടുജോലിക്കാരനെ കരുവാക്കിയതാണോ? അതോ ഈ വീട്ടുജോലിക്കാരനെ പറഞ്ഞു വിട്ടതിൻ്റെ ആ ഒരു വിദ്വേഷം തീർക്കുകയായിരുന്നു? എന്താണ് മറ്റ് ജീവനക്കാർ നൽകുന്ന സൂചനകൾ? ഈ അമിതിൻ്റെ പശ്ചാത്തലം എന്താണ്? അസം സ്വദേശിയാണ് അമിത്. അവിടെ ചില തിരിമറികളും അതുപോലെ തന്നെ മോഷണവും നടത്തിയതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നത്. ഇത് സംബന്ധിച്ച്
പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങുകയും എല്ലാം ചെയ്തിരുന്നു. അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നത്. മറ്റാരെങ്കിലുടെയും പ്രേരണ പ്രകാരമാണോ ഇത്തരത്തിൽ അമിത് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളതിലേക്കെല്ലാം ചില അത്തരത്തിലുള്ള ഒരു ഫൈൻഡിങ്ങിലേക്ക് ഇപ്പോൾ എത്താൻ കഴിയില്ല. ഈ അമിത് തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. അവിടുത്തെ ബന്ധുക്കളും അതുപോലെ തന്നെ ജീവനക്കാരും എല്ലാം ഉന്നയിക്കുന്ന ഒരു സംശയം അമിത്തിലേക്കാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിലൊരു ശത്രുത മറ്റാർക്കും ഉണ്ടാകേണ്ട സാധ്യതയില്ല എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അമിത്തിലേക്ക് തൊട്ടു മുമ്പ് നടന്ന ഒരു സംഭവ വികാസം എന്ന നിലയ്ക്ക് അമിത്തിലേക്ക് സംശയത്തിന്റെ നിഴലുകൾ നീണ്ടത്. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അമിത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഏതെങ്കിലും രീതിയിൽ കരുവാക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ബാഹ്യ പ്രേരണകൾ ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം ചോദ്യം ചെയ്യലിൽ വ്യക്തമാകേണ്ടതാണ്. ഇപ്പോൾ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും ഭാര്യയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോട്ടയത്തെ വീട്ടിനുള്ളിലാണ് വിജയകുമാർ, ഭാര്യ മീര എന്നിവരെ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും തലയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിരുന്നു. വീടിൻ്റെ സമീപത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെത്തി. ഇവരുടെ മുൻ വീട്ട് ജോലിക്കാരൻ ആസാം സ്വദേശി അമിതിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അമിതാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് സംശയിക്കുന്നത്. പക്ഷേ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വിശദമായ അന്വേഷണം നടക്കുകയാണ്. മിഥുൻ അയ്യപ്പനാണ് വിശദവിവരങ്ങൾ നൽകിയത്.